Hi guys, this is your cinematic Mallu. So, Tangalan, directed by Paranjit, starring Vikram, പാർവതി, മാളവിക, മോഹനൻ. എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പാരഞ്ചിത്ത് സംഭവം കിടക്കലിയെ കിട്ടിയില്ല. ആ പാരഞ്ചിത്ത് പഞ്ചില്ല. ഇത് റൈറ്റിംഗ് ക്രെഡിറ്റ്സിൽ എന്ന് പറയുമ്പം പാരഞ്ചിത്തും അഴകിയ പെരിയവൻ അദ്ദേഹമാണ്. ആൻഡ് സ്റ്റോറീസ് ബൈ തമിഴ് പ്രഭ ആൻഡ് പാരഞ്ചിത്ത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. പെർഫോമൻസുകൾ എന്ന് പറയുന്നത് പൊളിയാണ്. വിക്രത്തിനെയൊക്കെ അഴിച്ചു വിട്ടേക്കുവാണ് പെർഫോം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പാർവതിയും വിക്രമായിട്ടുള്ള ഒരു സിങ്ക് ആണെങ്കിലും നൈസായിട്ട് വന്നിട്ടുണ്ട്. അത് രസമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാളവിക മോഹനനാണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ട്. കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, അതെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ പ്രോബ്ലം എന്ന് പറയുന്നത് പാരഞ്ചിത്ത് യൂഷ്വലി ശ്രമിക്കാത്തൊരു മിക്സാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. സാധാരണ പാരഞ്ചിത്ത് സിനിമകളിലൊരു ഹാൾമാർക്ക് എന്ന് പറയുമ്പം ജാതീയതയ്ക്കെതിരെ അതിഭീകരമായിട്ടുള്ള ഒരു ആക്രമണം. നമ്മളൊരു തമിഴ് സ്കൂൾ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും. വെട്രിമാരൻ, അതുകൊണ്ട് തന്നെ മാരി സെൽവരാജ്, ഇവരുടെയൊക്കെ ആ ഒരു സിനിമാറ്റിക് റെപ്രസെൻറ്റേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെയാണ് പാരഞ്ചിത്തിൻ്റെയും. പക്ഷെ ഇതിൽ അത് അങ്ങ് കിട്ടണില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതുവരെ കാണാത്തൊരു അറ്റംപ്റ്റാണ് പാരഞ്ചിത്ത് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. മിത്തും ഐതിഹ്യവും വെച്ചുള്ള ഒരു സംഭവം. നമ്മൾ ഈ എന്താ പറയുക, മെൽ ഗിബ്സന്റെ ഒക്കെ ഇപ്പം അപ്പോക്കലിപ്സ് അല്ലെങ്കിൽ 10,000 BC കൊണ്ടുപോകണം, ആ രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്. എൻ്റെ എന്താ പറ്റിയെന്ന് വെച്ചാൽ മിക്സ് തെറ്റിപ്പോയി, അളവ് തെറ്റിപ്പോയി. സാധാരണ പാരഞ്ചിത്ത് സിനിമകളിലുള്ള ആ ഒരു അളവ് അപ്പാടെ തെറ്റിപ്പോയി. ഇത് ഓവറായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഈ സാധനം സിനിമയിൽ ചെയ്തു വെച്ചേക്കുവാണ്. ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഇത് അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് തന്നെ വീണ്ടും വീണ്ടും കണ്ട് ക്ലൈമാക്സ് ഒക്കെ വൻ നൈറ്റാണ്, അതിലേക്ക് എത്തിക്കാനുള്ളൊരിതാണ്. പക്ഷെ ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വീണ്ടും വീണ്ടും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കോളാറാണ്. അപ്പോൾ നമ്മൾ കോളാറ് ഓൾറെഡി അതെന്താണ്, ആ സ്ഥലം എന്താണെന്നുള്ളത് നമ്മൾ KGF കണ്ടാണ്. അപ്പം പാരഞ്ചിത്ത് പോലൊരു ഡയറക്ടർ ആ ഒരു കഥാപശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് കിട്ടുന്നില്ല. പടത്തിന്റെ അവസാനം എൻ ക്രെഡിറ്റ്സിൽ കോളാറിന്റെ കുറെ ഫോട്ടോസ് കാണിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. ഫോട്ടോ അതുകൊണ്ട് അത് കിട്ടില്ല. നമുക്കത് സിനിമയിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗിൽ ഫീൽ ചെയ്യാൻ പറ്റണം, അതില്ല എന്നുള്ളതാണ്. ഇങ്ങനെ മ്യൂസിക് ഒക്കെ പൊളിച്ചിട്ടുണ്ട്. GV പ്രകാശിന്റെ ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് തങ്കലാനെ ആ ഒരു ട്രാക്കൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഷോർ കുമാറിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെൽവാർക്കയുടെ എഡിറ്റിംഗ് ആയാലും സെക്കൻഡ് ഹാഫിൽ ചില പോയിന്റുകളിൽ കയ്യിൽ നിന്ന് പോയത് ഒഴിച്ചു നിർത്തിയാൽ സെൽവാർക്കയുടെ എഡിറ്റിംഗ് ആയാലും നന്നായിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് തങ്കലാൻ. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പാരഞ്ചിത്ത് പോലൊരു ഡയറക്ടറിൽ നിന്ന് അങ്ങനെയല്ല ഫീൽ ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സിനിമാറ്റിക് മല്ലു സൈനിങ് ഓഫ്.